ഇതാണോടാ പോലീസുകാരുടെ ഐഡി? ആണോടാ? നേരത്തെ വീട്ടിൽ കയറി വീട്ടിലേക്ക് എന്തിനാടാ നീ? ഞാൻ പോലീസിനെ വിളിക്കാം. പോലീസ് സ്വഭാവം അറിയത്തില്ല. ഇതാര്? രാമേന്ദ്ര സാറോ? എന്താണ് പ്രശ്നം? പോലീസാ കേസന്വേഷണം പറഞ്ഞു വന്ന് കയറിയാ സാറേ. സാധനം വണ്ടിയിലോട്ടിരിക്കും. SP വിളിച്ചത്. അപ്പോൾ അത് പ്രശ്നമാവോ സാർ? അത് പോയിട്ട് എന്താടോ? വലിയ CID കളിച്ച് ആ പട്ടാളക്കാരൻ്റെ വീട്ടിലാ ചെന്ന് കയറിയത് പുള്ളി. ആവശ്യത്തിന് വാശി കെട്ടി. അജിത്തിന് ആളെ മനസ്സിലായോ? വലിയ പുള്ളിയാ. ഫോർട്ട് സ്റ്റേഷനിലെ പഴയ ക്രൈം SI ആയിരുന്നു. നമ്മൾ അന്വേഷിക്കുന്ന ഊർമിള വധക്കേസ് പുള്ളി ഇപ്പോൾ പ്രൈവറ്റായിട്ട് അന്വേഷിക്കുക. അത് ശരി. അവർക്ക് പരാതിയിലുണ്ടോ? സാർ പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല. താനൊരു കാര്യം ചെയ്യും, അയാളുടെ ഫോണിങ് മേടിച്ചു സാർ. രാവിലെ വിട്ടാൽ മതി, അവിടെ ഇരിക്കട്ടെ. ശരി സാർ. എൻ്റെ ഒരു കുഴപ്പമില്ല, അന്വേഷണം. സാർ ഫോണിങ് എടുത്തേ. സാർ ഫോൺ. അതങ്ങനെ തന്നെ പോട്ടെ, ബാക്കിയുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. പഴയ പോലീസാണ് SI ആണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ആവശ്യമില്ലാത്ത പരിപാടിയും കൊണ്ട് ഇനി നീ നിന്നാ തൂക്കിയെടുത്ത് ഞാൻ അകത്തിടും. കേട്ടല്ല? ഡിപ്പാർട്ട്മെന്റിന്റെ പേര് കളയാനായിട്ട് കുറെ ആടെ ഇറങ്ങിയിട്ടുണ്ട്. CID കോപ്പ്. വണ്ടി എടുക്കണോ? സാറേ. സഹദേവ, സംഭവമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു സാറേ. ഞാൻ പറഞ്ഞില്ലേ, ഒട്ടും മനസ്സാക്ഷിയില്ലാത്തവരാ അവിടെ ഉള്ളവർ. സാർ വിഷമിക്കണ്ട, ചാർജ് ഷീറ്റൊന്നും റേസ് ചെയ്തിട്ടില്ല. ഞാൻ വല്ലതും ചെയ്യേണ്ടതായിട്ടുണ്ടോ സാറേ? മോള് വീട്ടിൽ തനിച്ചാ. ഞാൻ നാളെ രാവിലെ വരുള്ളൂ എന്ന് വിളിച്ചു പറയോ? അതിനെന്താ സാറേ? സാർ നമ്പർ ഒന്ന് ഡയൽ ചെയ്തത്. ഞാൻ പറഞ്ഞേക്കാം. അയ്യോ, എന്ത് പറ്റിയച്ചാ? ഇത് ഷർട്ടൊക്കെ കയറിയിരിക്കുന്നു. എന്താ പറ്റിയ പറ. ഒന്നുമില്ല മോളെ. മോള് ഒരു ചായ എടുക്ക. അച്ഛൻ കുളിക്കട്ടെ. ഒന്നുമില്ലടാ. നീ എപ്പോ വന്നു? കുറച്ചു നേരമായി. എന്തു പറ്റി മുഖം വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. ഞാൻ അറിഞ്ഞു. രാമേട്ടാ, നിങ്ങളുടെ ഓരോ വിജയവും ഉള്ളുകൊണ്ട് ഏറെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നവളാണ് ഞാൻ. ഇനിയും അങ്ങനെ തന്നെ ജീവിക്കാൻ തന്നെ എനിക്കിഷ്ടം. പക്ഷേ ഒരു കാര്യം ഏട്ടൻ മനസ്സിലാക്കണം, കാക്കയുണ്ടെങ്കിലേ പോലീസുകാർക്ക് വിലയുള്ളൂ. അത് ഇന്നലെ എനിക്ക് മനസ്സിലായി. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഒന്നുമില്ലാതായിപ്പോയി. അയ്യേ, ഇത്രയുള്ളൂ എൻ്റെ രാമേട്ടൻ? ഇതാണോ കള്ളന്മാരും കൊലപാതകളും പേടിക്കുന്ന SI രാമേന്ദ്രൻ? വല്ലവന്റെ വാക്ക് കേട്ട് ഇവിടെ തളർന്നിരിക്കാതെ പോയി ആ കേസ് തെളിച്ച് കാണിച്ചു കൊടുക്കും മനുഷ്യ. എന്തായി? സാറ് തന്ന ആ നമ്പറിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അതൊരു സലാവുദ്ദീൻ കിളിക്കോട് പിടിച്ച് അവരെ എന്ന അഡ്രസ്സിലുള്ളതാ.
പക്ഷെ സാറേ ആ നമ്പറിൽ നിന്ന് 7 മാസക്കാലമായിട്ട് ഒരൊറ്റ നമ്പറിലേക്ക് മാത്രമേ കോള് പോയിട്ടുള്ളൂ. റോഷി ഒരു കാര്യം ചെയ്യ്, ആ വിളിച്ച നമ്പറിൻ്റെ ഡീറ്റെയിൽസും കൊണ്ടു എടുക്കണേ. എടുക്കാം സാർ, ഇന്ന് തന്നെ എടുക്കാം. ശരി ശരി, ഓക്കെ സാർ. ആ അറിയിച്ചാൽ മതി. ഓക്കെ. ഇത് അണ്ണൻ്റെ ഫോണല്ല. അന്ന് പോലീസുകാർ കണക്ട് ചെയ്തെടുത്ത സാധനങ്ങളുടെ കൂടെ ഇരുന്ന് ഫോണാ സാറേ. പക്ഷെ സാറേ ആ നമ്പറിൽ നിന്ന് 7 മാസക്കാലമായിട്ട് ഒരൊറ്റ നമ്പറിലേക്ക് മാത്രമേ കോള് പോയിട്ടുള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് 2 വീട് അപ്പുറത്താണ് കൊല്ലപ്പെട്ട ഊർമിള ദ്വീപിലെ വീട്. ഇല്ല സാറേ, പോയില്ല. ഞാൻ അന്ന് ജയരാജേട്ടനോട് സാധനം കൊണ്ടുവന്നു. 2 ഞാൻ ക്ലബ്ബിൽ തന്നെ കിടന്നു, വീട്ടിൽ പോയില്ല. ആശാമ്പളവിൻ്റെ അപ്പുറത്തുനിന്ന് ഒരാൾ കൈ കാണിച്ചു കയറിയ തൂർത്തുകൊണ്ട് ഇങ്ങനെ മുഖം കെട്ടിയിരുന്നുകൊണ്ട് ആളെ അങ്ങോട്ട് വ്യക്തമായില്ല. പക്ഷെ ഒരു മധ്യവയസ്കരെ പോലിരിക്കുന്ന ഒരാളാണ്. സാറേ, കൊലപാതകയിലോട്ടുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ കിട്ടിയത് ആ പൊട്ടക്കിണറ്റ് വീണ് മരിച്ച രാജു ഉണ്ടല്ലോ. രാജുവിൻ്റെ പേര് ഷീബയുടെ നിന്ന് കിട്ടിയ മൊബൈലിൽ നിന്ന്. ആ മൊബൈലിൻ്റെ ഡീറ്റെയിൽസ് എടുത്തായിരുന്നു, അതാണിത്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു നമ്പറിലോട്ട് വിളിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഫോൺ ഉപയോഗിച്ചിട്ടുള്ളത്. അത് പ്രധാനമായും കൊല്ലപ്പെട്ട ഊർമിളയുടെ വീട്ടിലെ CCTV ഓഫായ ദിവസങ്ങളിലും അതിന് കുറച്ച് മുമ്പുള്ള ദിവസങ്ങളിലും. ഈ CCTV ഓഫായ ദിവസങ്ങളിൽ ഈ 2 ഫോൺ നമ്പരും ഒരേ ടവർ ലൊക്കേഷൻ്റെ കീഴിലായിരുന്നു. ഊർമിളയുടെ വീടിരിക്കുന്ന ടവർ ലൊക്കേഷൻ്റെ കീഴിൽ. അപ്പോൾ അത് ചിലപ്പോൾ ഊർമിളയ്ക്കും ഊർമിളയായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാൾക്കും കൂടി അവർക്ക് പരസ്പരം മാത്രമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 ഫോണാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഊർമിളയുടെ ഫോണിൽ നിന്ന് ഒരിക്കൽ പോലും ഈ നമ്പറിലോട്ട് വിളിച്ചിട്ടുമില്ല. പിന്നെ ഈ സിം 2 എടുത്തിട്ടുള്ളത് ഈ അഡ്രസ്സുകളിലാണ് സാർ. ഞാൻ 2 സ്ഥലത്തും പോയി അന്വേഷിച്ചിരുന്നു. ഈ സലാഹുദ്ദീൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇത് വാപ്പയുടെ ഫോൺ തന്നെ ആയിരുന്നു സാർ. 1-2 പ്രാവശ്യം വാപ്പ കൊണ്ട് കളഞ്ഞതാ. ആൾക്ക് ഈ അൾഷിമേസിന്റെ അസുഖം ഉണ്ടായിരുന്നേ. നമ്മുടെ ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഉണ്ണിത്താൻ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു. ഓക്കെ സാർ. ഈ രമണയുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു സാറേ. അവരിപ്പോൾ സ്ട്രോക്ക് വന്ന് കിടക്കുക. ഒരു മോള് മാത്രമേ ഉള്ളൂ. അവരുടെ ഫോണും ഇതുവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വെച്ച് മറന്നുപോയതാണെന്നാണ് മോള് പറയുന്നത്. പിന്നെ സാറേ ഇവരുണ്ടല്ലോ, അതായത് ഊർമിള, സലാഹുദ്ദീൻ, രമണി, ഇവരെ 3 പേരെയും കൂടി കോമൺ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇവർ 3 പേരും മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുരേഷ് ഉണ്ണിത്താൻ്റെ പേഷ്യൻസ് ആയിരുന്നു.